ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഗേൾസ് ഡേ ഔട്ട് പ്ലാൻ ചെയ്യുകയാണ്, സിസ്റ്റേഴ്സ് ഡേ ഔട്ട്. ആക്ച്വലി ഇന്ന് വോട്ടിംഗ് ഡേ ആണ്. സോ വോട്ട് ചെയ്തിട്ട് ഇതുവരെ വോട്ട് ഇട്ടിട്ടില്ല. സോ വോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആ വഴി കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ വീഡിയോയിൽ കാണാം. അപ്പോൾ ഡ്രൈവർ മാധവൻകുട്ടിയുടെ കൂടെ നമ്മൾ വോട്ടിട്ടിട്ട് കറങ്ങാൻ പോവാണ് ഗൈസ്. നമ്മുടെ ബൂത്ത് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ റോഡൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വോട്ടിട്ടു കേട്ടോ. ഓക്കെ, ജീൻ ജോസ് വോട്ടിട്ടു. സോ നമ്മൾ രണ്ടുപേരും നമ്മുടെ വോട്ടിട്ട് കഴിഞ്ഞു. നമ്മളിനി നെക്സ്റ്റ് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. സോ നമ്മുടെ വോട്ടിടലൊക്കെ കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പേപ്പൻ ഇവിടെ ഒരു ഇൻറ്റീരിയർ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് ബോർഡുകളുടെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ബോർഡ് വെക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പേപ്പൻ്റെ വീടാണ് കേട്ടോ ഈ പൊക്കത്ത് കാണുന്നത്. ഇവിടെ കുറേ എന്താണ് ഇതിൻ്റെ പേര്, റംബൂട്ടാൻസ് ഒക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. മൂത്തട്ടില്ല ഇവരൊന്നും, എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ച് നോക്കാം. പേപ്പൻ്റെ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പേപ്പൻ്റെ കമ്പനി, ഡി മാക്ക് എന്നാണ് കമ്പനിയുടെ പേര്. ഇവിടെ കുറച്ച് മറ്റേ ഇൻറ്റീരിയർ പരിപാടികളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുന്നൊരു കമ്പനി കേട്ടോ അത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റംബൂട്ടാൻസ് ഇവിടെ ഉണ്ടെന്ന്. മൂത്ത് തുടങ്ങിയിട്ടുള്ളൂ, എങ്കിലും നമ്മൾ ഒരെണ്ണം പറിച്ചു. നമുക്ക് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. പച്ച പോലെയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് പഴുത്ത് വന്നിട്ടുള്ളത്. ചെറുതാ, മൂത്തട്ടില്ല, ചെറു കായാണ്. നാടനല്ല കേട്ടോ, ഹൈബ്രിഡാണ്. ദിസ് ഇസ് ആ റംബൂട്ടാൻ. ആൻഡ് ജിൻജോസ് വന്നിട്ടുണ്ട്, പറിച്ച് നോക്കൂ. കുറച്ച് ഓക്കെയാണ്. ആണ് നമ്മുടെ പേപ്പറിൻ്റെ കമ്പനി. മലമുറിക്കുള്ളവർക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്യണമെങ്കിൽ പേപ്പറിനെ അപ്രോച്ച് ചെയ്താൽ മതി കേട്ടോ. കൊടുത്തേക്കാം. നല്ല അഫോർഡബിൾ റേഞ്ചിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഫുൾ മെഷീനറി ആണ് കേട്ടോ ഇവിടെ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അടിപൊളിയായിട്ട് പേപ്പർ ചെയ്തു തരും. അപ്പോൾ ഇതാണ് നമ്മുടെ പേപ്പൻ. ഇതിൻ്റെ ഈ കമ്പനിയുടെ ഓണറാണ് വന്നത്. ഇതുപോലത്തെ പീസസ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതുപോലത്തെ കുറച്ച് നല്ല പീസസ് ഇവിടെ അവർ കട്ട് ചെയ്തിട്ട് ബാക്കി വന്നത് കിടപ്പുണ്ടാവും. അപ്പോൾ അത് പെറുക്കലാണ് നമ്മുടെ പണി. ഇതിൽ നിന്ന് കിട്ടിയൊരു പീസാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ഉണ്ട്. എന്തായാലും അടിപൊളിയാണ്. ഇത് നമുക്ക് നമ്മുടെ അടുത്ത പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പീസ് എടുക്കാൻ വേണ്ടി പോവാണ്. ആ യെസ്, എൻ്റെ അത്രയും ഹൈറ്റും കിട്ടാറുണ്ടോ? നല്ല ഹൈറ്റുള്ള സംഭവങ്ങളാണ്. അതാണോ നല്ല ഇട്ടോ, നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിറകായിട്ടെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മളിവിടെ അടുക്കി. ഇനി കുറച്ചുകൂടി സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീൻജോസാണ് ബംഗാളി, എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാർ റെഡി അല്ലാത്തതുകൊണ്ട് എൻ്റെ പരിപാടി ഇതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീൻജോസ് അടുത്ത പീസസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവാണ് കേട്ടോ. കുറച്ച് സ്പെഷ്യൽ ആംഗിൾ പീസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ ട്രയാങ്കുലറായിട്ടുള്ളത് കാണിച്ചു കൊടുത്തേ. ഉണ്ടോ, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു, നമ്മൾ പോവാണ്. ഓക്കെ, സോ നമ്മൾ പോവാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ആണ്. ഇവിടം വരെ കൈവച്ച് നമ്മൾ എടുത്ത ഒരു മെറ്റീരിയൽ, പിന്നെ എടുത്ത മെറ്റീരിയലാണ് ഇത്. ഷാഗൻസായിട്ട് മെറ്റീരിയൽ ഇത് വെച്ചിട്ടൊരു എയർലൈൻ ഫ്രോക്ക് തയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. നമ്മൾ ആക്ച്വലി ഷൗളിയിൽ നിന്നാണ് എടുത്തത്. നമ്മൾ ഓപ്ഷൻസിൽ പോയപ്പോൾ നമുക്ക് പറ്റിയ സംഭവം കിട്ടിയില്ല. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പരാഗ്. നമ്മൾ നമ്മുടെ ഓപ്ഷൻസിൽ നിന്ന് നമ്മുടെ തുണി എടുത്തു. നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വിശക്കുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഒരു ഫ്രൂട്ട് സാലഡ് കഴിക്കാമെന്ന്. ലിഫ്റ്റിലാണോ പോണ്ടേ? ഫസ്റ്റ് നില നമ്മൾ നടന്നു കയറി, അപ്പോഴത്തേക്കും ക്ഷീണമായതുകൊണ്ട് രണ്ടാമത്തെ നിലയിലേക്ക് നമ്മൾ ലിഫ്റ്റ് എടുത്ത് പോവുകയാണ്. ഇപ്പുറത്ത് മാക്സ് അല്ലല്ലോ, ട്രെൻഡ്സാണെന്ന് തോന്നുന്നു. ട്രെൻഡ്സാണ്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറും. ഇപ്പോൾ നമ്മുടെ പെരുമ്പാവൂരുകാരുടെ മോള്, ആകെ ഒരു ചെറിയ മോളേ ഉള്ളൂ. ഈ മോള് വെച്ചാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒരു ജ്യൂസ് കുടിക്കാം, ജ്യൂസ്. അപ്പോൾ നമ്മൾ ട്രോപ്പിക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാട്ടോ, ട്രോപ്പിക്. ജീൻജോസ് നമ്മുടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആളവിടെ നിൽക്കട്ടെ. ഞാൻ ടയർഡായതുകൊണ്ട് ഞാൻ
നമ്മുടെ ഫ്രൂട്ട് സാലഡ് എത്തിക്കഴിഞ്ഞു. ഫ്രൂട്ട് സാലഡ് ഇവിടെ വന്ന് കഴിഞ്ഞു. നമ്മുടെ പുറകിൽ മറ്റേ പിള്ളേരുടെ കളി ഏരിയ ആണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെ വയ്ക്കാം. ഫ്രൂട്ട് സാലഡ് കഴിക്കും. അവിടെ നല്ല ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ടില്ല. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. സീ മൈ ഫ്രൂട്ട് സാലഡ് ആൻഡ് ഫ്രൂട്ട്. ഒരു നല്ല ഫോട്ടോ എടുത്തിട്ട് ഈസ് ഇറ്റ് ഓവർ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ട്രെൻഡ്സ് ആണ്. നമ്മൾ പുറത്തുനിന്ന് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഷർട്ട്സ് കണ്ടിരുന്നു. അപ്പോൾ നമുക്കത് തപ്പാൻ വേണ്ടി നമ്മൾ കയറിയതാണ്. നല്ല ഷർട്ട് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ അതിന് ശേഷം നമ്മുടെ റിലയൻസിൽ വന്നിരിക്കുകയാണ്. ഒരു കുട്ടി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രോസറിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ വിചാരിച്ചിട്ടാണ്. നമ്മുടെ കുട്ടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ പോവാണ്. കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. ഇതൊക്കെ സമയം ഈസ് ഓൾറെഡി 8:30. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. We are decided to leave. So that was our little sister's day out. Shopping, food, not big food but some food. So thank you for watching guys. Bye bye. Okay, so നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ് we are heading back home. പെരുമ്പാവൂർ കാണിച്ചല്ലേ. രാത്രി പെരുമ്പാവൂർ will look like this. Colorful, lightful. Super അല്ലേ?